സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാം ദിവസം നമ്മുടെ സമാപന ദിവസമാണ്. വലിയൊരു അഭിഷേകം നമുക്ക് വേണ്ടി കർത്താവ് തരും. അത് വിശ്വസിച്ച് നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. മൂന്നാമത്തെ ദിവസവും ധ്യാനത്തിൻ്റെ സമാപനവുമായി ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഉന്നതത്തിൽ നിന്ന് അതിശക്തമായി നമ്മുടെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാവിലൂടെ പുതിയ ജീവിതം നയിക്കാൻ നമുക്കിടവരട്ടെ. ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് ഓരോരുത്തരും ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ, ധ്യാനത്തിൻ്റെ മൂന്നാമത്തെ ദിവസവും സമാപന ദിനവുമായ ഇന്ന് ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് എന്നെയും കുടുംബത്തെയും നയിക്കണമേ. സമൂഹത്തെ, സഭയെ നയിക്കണമേ. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ വാതായനങ്ങളെല്ലാം തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹൃദയത്തെ തുറക്കുക, മനസ്സിനെ തുറക്കുക, ചിന്തകളെയൊക്കെ ആത്മാവിന് അടിയറ വയ്ക്കുക. പരിശുദ്ധാത്മാവെ, ഈ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം ഒത്തിരി ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട മക്കളെ അഭിഷേകം ചെയ്യണമേ. പന്തക്കുസ്താ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ആരവത്തോടെ ആത്മാവിൻ്റെ അഗ്നി അവരുടെ മേൽ ഇറങ്ങി. അതുപോലെ തന്നെ ഇന്ന് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആരാധനയിൽ പങ്കെടുക്കാനൊക്കെയായി അഭിഷേകം സ്വീകരിക്കാനായി ഓരോ സ്ഥലങ്ങളിൽ, വീടുകളിൽ, കോൺവെൻറ്റുകളിൽ, ദേവാലയങ്ങളിൽ, മറ്റു പല ഇടങ്ങളിൽ ആയി ഒരുമിച്ച് കൂടി, ഒറ്റയ്ക്കും ഒരുമിച്ചൊക്കെ കുടുംബമായിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ ആത്മാവിൻ്റെ അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് സജീവ സാന്നിധ്യമായി ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഒരു പുത്തൻ അഭിഷേകം നൽകണമേ. ഈ സമാപന ദിനം ദൈവവചനത്തിന് വേണ്ടി ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ, ഹൃദയത്തെ ഉണർത്തണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചോളൂ. ഹല്ലേലൂയ. ഭാഷാവരുള്ള ഒരു ഭാഷാവരുത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ഓരോരുത്തരും ഉണർത്തണമേ. ശക്തമായ അഭിഷേകം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമേ. പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കണമേ, പുത്തൻ ബോധ്യത്തിലേക്ക് നയിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവെ, നിറയണമേ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മൂന്നാമത്തെ ദിവസം ശക്തമായ അഭിഷേകം കർത്താവ് നമുക്ക് തരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കാം, എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും, നടക്കത്തില്ല. ഇങ്ങനെ പ്രാർത്ഥനയിൽ ഒരു സ്ഥിരതയോ ഒരു വളർച്ചയോ അല്ലെങ്കിൽ അതിനകത്തൊരു തീഷ്ണതയോ ഇല്ലാത്ത ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ സഭയിലുണ്ട്, ലോകത്തുണ്ട്, സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ബോധ്യം ഇതാണ്: വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാനും അറിഞ്ഞുകൂടാ. രണ്ടും നമ്മുടെ ബലഹീനതകളാണ്. നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ബലഹീനത എന്താ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബലഹീനത. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഭയങ്കരമായ ക്ഷീണം, മടുപ്പ്, ഉറക്കം, അലസത, പല വിചാരം, വായിക്കൊട്ട, ഇങ്ങനെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാത്ത എല്ലാ ചിന്തകളും പ്രയാസങ്ങളും പാഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളെത്ര പരിശ്രമിച്ചാലും അതിനകത്ത് ഒരു അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആ വാക്ക് ഓർക്കുക, സഹായിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? സഹായം കൂടാതെ നിർവഹിക്കാൻ പറ്റില്ല. നമ്മുടെ ബലഹീനത എന്താ? പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും
എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മൾ ബലഹീനരാണ്, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ ദുർബലരാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ വരികയാണ്. എന്താ പ്രത്യാശ? നിനക്കിനി ഒരിക്കലും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്നോ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നോ, നീ ഇനി പ്രാർത്ഥിക്കാൻ പോണില്ലെന്നോ, നിൻ്റെ പ്രാർത്ഥന ശരിയാവില്ലെന്നോ, അത് ദൈവം കേൾക്കില്ലെന്നോ ഒക്കെയുള്ള ചിന്തകൾ മനുഷ്യ മനസ്സിനെ മഥിക്കുമ്പോൾ ഇവിടെ ഈ വചനം നമുക്ക് പ്രത്യാശ തരും. എന്താ അത്? ആ പ്രത്യാശ ഇതാണ്: നമ്മുടെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഇത് നിർവഹിക്കാൻ പറ്റും എന്നൊരു ആൻസർ അവിടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മാനുഷിക ബലഹീനതയിൽ പറ്റാത്തത് ദൈവശക്തി കൊണ്ട് സാധിക്കും എന്നർത്ഥം. ദൈവത്തിൻ്റെ ആത്മാവിന് അതിന് കഴിയും. അതിനല്ലേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ബലം കൊണ്ട് നമുക്ക് സാധിക്കും. അങ്ങനെയാണ് വിശ്വസിക്കുകയും അങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടത്. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പലരും പറയുമ്പോഴും ഓർക്കുക, അത് നിൻ്റെ കഴിവുകൊണ്ട് നടന്ന കാര്യമല്ല, നിൻ്റെ ശക്തി കൊണ്ട് നടന്ന കാര്യമല്ല. മറിച്ച് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിലിരുന്ന് നിനക്ക് നൽകിയ പ്രചോദനത്തിൻ്റെയും നിന്നെ ശക്തിപ്പെടുത്തിയതിൻ്റെ അനുഭവമാണ് സഭയിൽ നീ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയില്ലാത്തവരെയും പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെയും കാണുമ്പം നമ്മൾ കുറ്റപ്പെടുത്തരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഗെത്സമൻ തോട്ടത്തിൽ യേശുക്രിസ്തു അവസാന മണിക്കൂറിൽ തൻ്റെ ആ പീഡാസഹനത്തിൻ്റെ അവസാന മണിക്കൂറിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ലൂക്കാ സുവിശേഷം 22:40. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോസ്തലന്മാരോട് ഈശോ പറയാണ്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മുൻപോട്ട് മാറി യേശു സാഷ്ടാംഗം വീണ് കടന്ന് കഠിന വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. നോക്കിയേ, ദൈവത്തിൻ്റെ ആ ശക്തി ഉണ്ടോ? ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ഈ കഠിന വേദനയുടെയും യാതനയുടെയും നടുവിൽ, മരണം കൺമുമ്പിൽ കാണുമ്പോൾ, ഇത്ര കഠോരമായ ആ വേദനയുടെ നടുവിൽ എങ്ങനെയാണ് നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുന്നത്? തൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാകുന്നത് ലൂക്കാ സുവിശേഷം 4:1 തൊട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന വചനം നമ്മൾ പഠിക്കുന്നുണ്ട്. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. എന്തിനാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്? അവിടെ എന്ത് ചെയ്യായിരുന്നു? ഈ 2 ചോദ്യമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച യേശുക്രിസ്തു, ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ദൈവപുത്രൻ നേരെ മരുഭൂമിയിലേക്ക് പോവാണ്. എന്തിന്? പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ. അതെന്തിനാണ്? ഈ ഭൂമിയിൽ തീർക്കേണ്ട ദൗത്യം നിറവേറ്റാനുള്ള ശക്തിക്ക് വേണ്ടി. ഇതൊക്കെ നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് യേശുക്രിസ്തുവിനെ നയിച്ചത് 40 രാവും 40 പകലും ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആവസിച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം യേശുക്രിസ്തുവിന് കിട്ടിയ ശക്തി എന്ന് പറയുന്നത് നിരന്തരമായി ദൈവത്തോട് ബന്ധപ്പെടാൻ പ്രാർത്ഥിക്കാനുള്ളൊരു ശക്തിയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാൻ, നിരാശപ്പെടാതെ പറഞ്ഞേ ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് മനസ്സിലാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ആദ്യം ധ്യാനം കൂടി, അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ധ്യാനം 5 ദിവസം ഇരുന്ന് കൂടി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. എന്താ സ്ഥിതി? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ അനുഭവം ആദ്യത്തെ 1-2 ധ്യാനങ്ങളിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകാഗ്രതയോടെ ഇരുന്ന് നമ്മൾ ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? 5 ദിവസം നമ്മളിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ പാപത്തിൻ്റെ കറകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകിക്കളഞ്ഞ് ആത്മാവിൽ ഒരു നവമായ അഭിഷേകം പ്രാപിച്ചു. എന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന നമുക്ക് ഒരഭിഷേകമായി,
ഒരാവേശമായി അനുഭവപ്പെട്ടു. അതല്ല അതിൻ്റെ സത്യം. അപ്പോൾ അതിനൊരു മറുവശം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ ആത്മാവിനോടുള്ള നമ്മുടെ ബന്ധം, ഉത്തമ സ്നേഹിതനായ പരിശുദ്ധാത്മാവുമായുള്ള നമ്മുടെ ഐക്യം, ആ ഒരു കൂട്ടുകെട്ട്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് കുറയുന്നതിനനുസരിച്ച്, ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ അകലുന്നതിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയോടും ദേവാലയ കർമ്മങ്ങളോടും ആത്മീയ കാര്യങ്ങളോടും ഉള്ള ശുഷ്കാന്തി കുറയും. ഇതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്ന ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ: ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് പടിപടിയായി നമ്മൾ താഴേക്ക് പോകുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയിൽ പടിപടിയായി നമുക്ക് വളരാൻ പറ്റാത്തത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അതേ ഉള്ളൂ പ്രശ്നം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു ആത്മാവിൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി പരിശുദ്ധാത്മാവ് ആദ്യം യേശുക്രിസ്തുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് 40 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മളൊക്കെ വലിയ പ്രാസംഗികരാകുന്നതിന് മുൻപ്, വലിയ ഗാനശുശ്രൂഷകരാകുന്നതിന് മുൻപ്, പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നതിന് മുൻപ്, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീയ മനുഷ്യനാകുന്നതിന് മുൻപ് ആദ്യം ധ്യാനം കൂടി പാപത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് തന്നെ ആയിരുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കും, ഒരു പോറടിയില്ല, സമയം പോകുന്ന അറിയില്ല. സമയം പോകുന്ന അറിയാതെ നമ്മളിങ്ങനെ ആവേശത്തിലിരിക്കുകയാണ്. ഇപ്പോഴോ 5 മിനിറ്റ് കഴിയുമ്പോൾ വായിക്കോട്ടെ, ക്ഷീണം, സമയം നോക്കുന്നു, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. എന്നുവെച്ചാൽ എന്താ? നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആത്മാവിലുള്ള നമ്മുടെ ആശ്രയം കുറഞ്ഞു. ആത്മാവിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് പിന്നോട്ട് പോയി. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ നിന്ന് നമ്മളല്പം മാറി. അതുകൊണ്ടാണ് ഈ സഹായകൻ പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കാതെ ശക്തിപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ മാറി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ച ഗെത്സമൻ തോട്ടത്തിൽ ലൂക്ക 22 നോക്കൂ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് യേശുക്രിസ്തു അല്പം ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് മാറി അവിടെ വീണ് കിടന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്, ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ആ ശക്തിയിൽ ആശ്രയിച്ച് യേശുക്രിസ്തു പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ വേദനയോടെ പ്രാർത്ഥിച്ച് വിയർപ്പ് രക്തത്തുള്ളികളായിട്ട് താഴേക്ക് വീഴുകയാണ്. എന്നിട്ട് യേശുക്രിസ്തു തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താ? അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നതാണ് കണ്ടത്. ശരീരം ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഇതാണ് കുഴപ്പം. ആഗ്രഹിക്കാൻ മനസ്സുകൊണ്ടും ആത്മാവുകൊണ്ടും എനിക്കൊന്ന് പ്രാർത്ഥിച്ച് ഒക്കെ ശരിയാ, പക്ഷേ ശരീരം ബലഹീനമാണ്. ഈ ബലഹീനമായ ശരീരം നമ്മളതിന് സമ്മതിക്കുന്നില്ല. അപ്പം യേശുക്രിസ്തു വരുമ്പോൾ അവർ തളർന്നുറങ്ങുന്നതാണ് കണ്ടത്. കാരണം അവരുടെ ആത്മാവ് അതിന് തയ്യാറായില്ല. നമ്മൾ സുവിശേഷങ്ങളിൽ നോക്കിയാൽ ഈ പറയപ്പെടുന്ന അപ്പസ്തോല പ്രമാണിമാർ അങ്ങനെ അധികം പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടായി നമ്മൾ കാണുന്നില്ല. എന്നാൽ അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം, മരണം, ഉദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണം കഴിഞ്ഞ് പന്തക്കുസ്ത അപ്പസ്തോല പ്രവർത്തനം 2 നമ്മൾ വായിക്കുന്നുണ്ട്. പന്തക്കുസ്ത ദിവസം സമാഗതമായി പരിശുദ്ധാത്മാവ് അവരുടെ എല്ലാവരുടെ മേൽ വന്ന് ആവസിച്ചു. അങ്ങനെ അവർ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ വലിയൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അത് അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം: ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അപ്പസ്തോലന്മാർ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ഞങ്ങൾ ഈ ഊട്ടുമേശയിൽ അങ്ങനെ ശുശ്രൂഷിച്ച് മാത്രം ചെലവഴിക്കുന്ന നല്ലതല്ല. നോക്കിയേ, ഗെത്സമൻ തോട്ടത്തിൽ തൻ്റെ ഗുരു മരണവെപ്രാളത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ, ആത്മാവിൻ്റെ ബലം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വയം എടുക്കുന്ന തീരുമാനം കണ്ടോ? ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. അതായത് മാനുഷിക ബലഹീനതകൾ നിമിത്തം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഇവർക്കാർക്കും അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാനോ വലിയൊരു പ്രാർത്ഥനാ മനുഷ്യരായി തീരാനോ പറ്റിയിരുന്നില്ല. എന്താണ് ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ഭക്ഷണമേശയിൽ ശുശ്രൂഷിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ചാപ്പാടും ഉറക്കവും നന്നായിട്ട് നടത്താൻ പറ്റും. എന്നാൽ വളരെ തീക്ഷ്ണമായി വളരെ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാതെ പറ്റില്ല.
ഞാൻ ചിന്തിക്കുക, ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന വിശുദ്ധനുണ്ടല്ലോ, അദ്ദേഹം 12 മണിക്കൂർ സമയമൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇഗ്നേഷ്യസ് ലയോള എങ്ങനെ സാധിച്ചു? അതാണ് ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രചോദനം. വിശുദ്ധ ജോൺ മരിയ വിയാനി, എൻ്റെ സഹോദരങ്ങളെ, ദേവാലയത്തിലേക്ക് കയറി ആൾത്താരുടെ മുമ്പിൽ മുട്ടുകുത്തിയാൽ സ്വയം മറന്ന് അവിടെ നിൽക്കും അദ്ദേഹം. എത്ര സമയമാണ് ആ വിശുദ്ധൻ പ്രാർത്ഥനയ്ക്ക് ചെലവഴിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പ്രാർത്ഥനയുടെ സമയത്ത് ഉയർന്നു പൊങ്ങുമായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? മാനുഷിക ബലഹീനതയുള്ള നമ്മളെപ്പോലെ മനുഷ്യരാണ്. പക്ഷെ എങ്ങനെ സാധിച്ചു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവരിൽ ദൈവം നിവേശിപ്പിച്ച ദൈവത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തി, അവരെ അതിന് അഭിഷേകം ചെയ്തു, അവരെ അതിന് നിരന്തരം പ്രചോദിപ്പിച്ചു. ഇവിടെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ ദൈവം ചെയ്യും പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ വിശ്വസിച്ചാൽ മതി. നിരാശപ്പെടാതിരിക്കുക. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഈ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വരും കാലങ്ങളിൽ അതിന് ശക്തിപ്പെടുത്തും. ഞാൻ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായി മാറാൻ പരിശുദ്ധാത്മാവ് എന്നെ രൂപാന്തരപ്പെടുത്തും. അതൊന്ന് ആവർത്തിച്ച്, ഞാനൊരു പ്രാർത്ഥനാ വീരനായി തീരാൻ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് സത്യം. അപ്പോസ്തല പ്രവർത്തനം 16:22. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരെ ഇളകി, വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിൽ അടച്ചു. ഇതാണ് സംഭവം. അതായത് പൗലോസും സീലാസും പിശാച് ബാധിച്ച പെൺകുട്ടിയിൽ നിന്ന് പിശാചിനെ ഒഴിവാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണത്. അതായത് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന കൊടുത്തു. വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി വളരെയധികം, ഒന്നും രണ്ടും അല്ല, വളരെയധികം അവരെ പ്രഹരിച്ചതിന് ശേഷം ഈ അപ്പസ്തോല പ്രമാണിമാരെ കാരാഗൃഹത്തിൽ അടച്ചു. ശരീരം മുഴുവനും നീറുന്ന അവസ്ഥ, ഉഗ്രമായ വേദന, വലിയ പ്രയാസം, ജയിലിൽ കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തളർന്നുറങ്ങേണ്ട സമയമല്ല. അപ്പോൾ നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ അതല്ലേ സത്യം. 16:25 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? അർദ്ധരാത്രിയുടെ അടുത്ത്, എന്നുവെച്ചാൽ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, വലിയ പ്രയാസത്തിൻ്റെ നടുവിൽ, വലിയ വേദനയുടെ നടുവിൽ, തകർച്ചയുടെ നടുവിൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ആത്മാവുണ്ട്. അവർ ആത്മാവിൽ ഐക്യപ്പെട്ടാണ് ജീവിക്കുന്നത്. ആത്മാവിൻ്റെ പ്രചോദനത്തിന്, പ്രേരണയ്ക്ക് അനുസരിച്ചാണ് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ പോയാൽ നമുക്കും ഈസിയായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഏത് തടസ്സങ്ങളിലും, ഏത് പ്രതിസന്ധി, ഏത് കാരാഗൃഹത്തിലും, ഏത് പാപ സാഹചര്യത്തിലും, ഏത് നിരീശ്വരവാദി മുമ്പിൽ നിന്നും നമുക്ക് നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ പറ്റും. ഏത് കൊറോണ വന്നാലും നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ മുന്നോട്ട് പോവില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ദൈവം നിവേശിപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇതാണ് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ശരീരം മുഴുവൻ പ്രഹരമേറ്റ് മുറിവ്, അന്നത്തെ അടിയെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ വേദനയുടെ നടുവിൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട്, മറ്റു തടവ് പുള്ളികളുടെ കൂടെ കിടന്നുകൊണ്ട് ചങ്ങലകളെ കിലുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധിയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം. എന്നാൽ ദൈവത്തിന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? നമ്മളിൽ നിവേശിപ്പിച്ച പരിശുദ്ധാത്മാവിന് ഇങ്ങനെ നമ്മളെ പ്രചോദിപ്പിച്ച് ഇത് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ഇവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവാകുന്ന ആ ദൈവത്തെ, ഉത്തമ സ്നേഹിതനെ കൂടെ നിർത്തി പറയുക, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല കേട്ടോ, എനിക്ക് വേണ്ട വിധം സ്തുതിക്കാനോ ആരാധിക്കാനോ കുർബാനയ്ക്ക് നിൽക്കാനോ ഒന്നും പറ്റണില്ല കേട്ടോ, നീ എന്നെ സഹായിക്കണം. അത് മതി പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിർബന്ധമായിട്ട് സഹായിക്കും. എങ്ങനെയാണ് ദിവസങ്ങളോളം ഇരുന്ന് ഉപവാസമെടുത്ത് കണ്ണുനീരോടെ ചില മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ഞാൻ പറയാം. ഞാൻ ഡിബയിൽ 3-4 വർഷം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ തെരുവിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തെരുവിലെ അലയുന്ന മക്കൾക്ക് വേണ്ടി, ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ വിലാപമായി അത് മാറി, വലിയ കണ്ണീരായി മാറി. ഞങ്ങളുടെ കൂടെ കുറച്ച് പേരുണ്ട്, സഹോദരങ്ങൾ, ശുശ്രൂഷകർ, എല്ലാവരും ഏങ്ങലടിച്ച് കരയാൻ വേണ്ടി തുടങ്ങിയ പ്രാർത്ഥന അല്ലത്. ഇവിടെ നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. പിന്നെ നമ്മുടെ കൺട്രോളിലല്ല ആ പ്രാർത്ഥന പോകുന്നത്, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്.
നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അങ്ങനെയായി മാറണം, വ്യക്തിപരമായ പ്രാർത്ഥന അങ്ങനെയായി മാറണം. അല്ലെങ്കിൽ അത് സമയം തീർക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറും. നിങ്ങൾ ഉറച്ചൊന്ന് വിശ്വസിച്ചേ, വരും കാലങ്ങളിൽ ഈ ലോകത്തെ കീഴ്മേ മറിക്കുന്ന വിധത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരും. എനിക്ക് ഉറപ്പുണ്ട്. അതിനാണ് ഈ ലോക്ക്ഡൗൺ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നത്. ഈ ഞെരുക്കത്തിൻ്റെ കാലഘട്ടത്തിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നത് നമ്മളെ ഉറപ്പിക്കുകയാണ്, പ്രാർത്ഥന ഉറപ്പിക്കുകയാണ്, ശക്തിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ധ്യാനത്തിൽ ഇനി തൊട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ കേട്ടു. ആ 3 കാര്യങ്ങളെ ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്. ഒന്നാമത്തെ ദിവസം നമ്മൾ കേട്ടത്, സഹനങ്ങളിൽ, വേദനകളിൽ, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുമ്പോൾ, ഞെരുങ്ങുന്ന കഷ്ടതയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തി അതിനെ അതിജീവിക്കാൻ ശക്തി നൽകുന്നവനാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ കേട്ടു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു വഴിയാണ് ലോകത്തെയും പാപത്തെയും ഉച്ഛിഷ്ടം പോലെ കരുതി ദൈവത്തോട് ചേർന്ന് നിന്ന് ഈ ലോക ജീവിതം പൂർത്തിയാക്കാനുള്ള അഭിഷേകം നമുക്ക് തരുന്നു, നമ്മളതിൽ ശക്തിപ്പെടുത്തുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ കേട്ടു, പ്രാർത്ഥനയുടെ മനുഷ്യരായി നമ്മളെ രൂപാന്തരപ്പെടുത്താൻ, പ്രാർത്ഥനയുടെ മടുപ്പും അലസതയും ക്ഷീണവും ഒക്കെ മാറ്റി ആത്മാവിൻ്റെ ബലത്തിൽ, നമ്മുടെ കഴിവിലല്ല, ആത്മാവിൻ്റെ ബലത്തിൽ പ്രാർത്ഥനയുടെ മനുഷ്യരായി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ദിവസം കൊണ്ട് കേട്ടത്. 3 ദിവസത്തെ ധ്യാനത്തിൽ, ഇന്നത്തെ ആരാധനയിൽ, ഈ ഓരോ ദിവസത്തെ ആരാധനയിൽ ഓരോ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. എങ്കിലും ഇന്നത്തെ ആരാധനയിൽ ഇതിനുള്ള ശക്തമായ അഭിഷേകവും ഒരു കൃപയും, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് തരാതെ മനുഷ്യന് പറ്റില്ല. അത് കിട്ടണം, അത് ചോദിച്ച് മേടിക്കണം. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് ഈ ആത്മാവിനെ തന്ന് ബലപ്പെടുത്തും. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ബലത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്, ഈ ശക്തിക്ക് വേണ്ടി. ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിനും വലിയൊരു അനുഭവത്തിനും കാരണമായി തീരും. ഒട്ടും നിരാശയ്ക്ക് സ്ഥാനമില്ല, ഒന്നും പേടിക്കേണ്ട. ചിലപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ കർത്താവ് നയിച്ചോളും. ആത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ ഈ ഭാവി എങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഒന്നും ചിന്തിക്കേണ്ട. എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടാകും. നിങ്ങളുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക, ആത്മാവിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൻ്റെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ശക്തമായ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയ പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് ഒരു പുത്തൻ അഭിഷേകത്തോടെ ഇന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ആരാധനയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് വളരെ ഭക്തിപൂർവ്വം, വളരെ തീഷ്ണതയോടെ ഇന്നത്തെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി നിന്ന് ദിവികാരുണ്യ നാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനും നമ്മുടെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ നമ്മുടെ യേശു മിശിഹ ഇതാ അൾത്താരിലേക്ക് വരികയാണ്. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുന്നാണ് നമ്മുടെ കർത്താവ്, അവിടുന്ന് മാത്രമാണ് നമ്മുടെ രക്ഷകൻ, അവിടുന്നാണ് നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തവനും വീണ്ടും വന്ന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവനും. ഇതാ അൾത്താരിലേക്ക് ഈശോ വരുന്നു. അവനെ ഹൃദയം തുറന്ന് വീട്ടിലേക്കും ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കൊക്കെ സ്വീകരിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് യേശുവിനെ സ്വീകരിക്കുക. മുട്ടുമേൽ നിന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി യേശുനാഥ വാവാ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ
നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം എൻ ജീവനും സ്നേഹവുമേ. കരങ്ങൾ കൂപ്പിക്കണ്ണ് അടച്ച് കുടുംബത്തിലേക്ക് യേശുവിനെ വിളിക്കുക, ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്കുക. കർത്താവേ, അവിടുന്നാണ് എൻ്റെ പ്രാണൻ, അവിടുന്നാണ് എനിക്ക് ജീവൻ നൽകിയവൻ. നമ്മുടെ രോഗത്തിലേക്ക് യേശുവിനെ വിളിക്കുക. വാവാ യേശുനാഥ. തകർച്ചകളിലേക്ക് യേശുവിനെ വിളിക്കുക. നമ്മുടെ ആത്മീയ മരവിപ്പിലേക്ക് യേശുവിനെ വിളിക്കുക. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യേശുവിനെ വിളിക്കുക. കുടുംബ കലഹങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി വാവാ യേശുനാഥ. എല്ലാവരും ചേർന്ന് കുടുംബം ഒരുമിച്ച് പാടിക്കുക. വീട്ടിലേക്ക് വരട്ടെ ഈശോ, ജീവിതത്തിലേക്ക് വരട്ടെ ഈശോ. ദൈവസ്നേഹമായ ആത്മാവ് നിറയട്ടെ. വരണമേ കർത്താവേ, കർത്താവേ. എഴുന്നേറ്റ് നിന്ന് വാവാ യേശുനാഥ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി. ഓ ദൈവമേ, എന്റെ രോഗത്തിലേക്ക്, എന്റെ തകർച്ചയിലേക്ക്, എന്റെ കടബാധ്യതയിലേക്ക്, എന്റെ പാപത്തിലേക്ക്, എന്റെ വീഴ്ചകളിലേക്ക്, എന്റെ ദുഃഖ നിരാശകളിലേക്ക്, ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വരണമേ ജീസസ്. വാവാ യേശുനാഥ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് രണ്ട് കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്. എന്റെ മനസ്സ് കലങ്ങി, എന്റെ ഹൃദയം തകർന്നു ദൈവമേ. വാവാ യേശുനാഥ. ഒന്നോടെ യേശുവിനെ സ്നേഹിച്ചെന്ന് പാടിക്കുക. സ്നേഹിച്ച് വാവാ. കുറച്ചുകൂടെ ആത്മാർത്ഥതയിൽ ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തേ. ഇതാ കർത്താവ് നിന്റെ വാതിക്കൽ വന്ന് മുട്ടുന്നു. ഓ എന്റെ ദൈവമേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതരം തുറന്ന് സ്തുതിക്കട്ടെ. എല്ലാവരുടെ അതങ്ങളിൽ സ്തുതിപ്പുയരട്ടെ. എല്ലാവരുടെ ഹൃദയങ്ങളിൽ ആരാധനകൾ ഉയരട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ശത്രുക്കളെയും രക്തദാഹികളെയും നശിപ്പിക്കാൻ, ശിശുക്കളുടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും അതരങ്ങളെ കൊണ്ട് സുശക്തമായൊരു കോട്ട കെട്ടിയവൻ ഇതാ നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്നു. സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ. എല്ലാവരും സ്തുതിക്കുക, എല്ലാവരും ആരാധിക്കുക. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവമേ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ദൈവമേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് പരമപരിശുദ്ധനാണ്, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് അത്യുന്നതനാണ്. അവിടുന്നാണ് ഞങ്ങളുടെ ജീവൻ, അവിടുന്നാണ് ഞങ്ങളുടെ നിത്യത, അവിടുന്നാണ് ഞങ്ങളുടെ സർവസ്വവും. ആരാധിച്ചേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ നിന്ന് സ്തുതിച്ച് ആത്മാവിന് വിട്ടുകൊടുക്കുക, നാവിനെ വിട്ടുകൊടുക്കുക, ആദരത്തെ വിട്ടുകൊടുക്കുക, ഹൃദയത്തെ വിട്ടുകൊടുക്കുക. ബലം പിടിക്കാതിരിക്കുക. സ്വതന്ത്ര മനസ്സോടെ, സ്വതന്ത്ര മനസ്സോടെ ആരാധിച്ചേ, ആരാധിച്ചേ. സമയം നോക്കണ്ട, സാഹചര്യം നോക്കണ്ട. നിന്റെ ദൈവം ഇതാ അൾത്താരയിൽ നിന്റെ മുമ്പിൽ നിന്നെ നോക്കിയാണ്. നിന്റെ ആത്മാർത്ഥത്തെ അവിടുന്ന് പരിശോധിക്കുകയാണ്. നിന്റെ ഹൃദയത്തെ അവിടുന്ന് നോക്കിയാണ്. ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. പരിശുദ്ധ അമ്മാവേ, ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സ്തുതിച്ച്, കുടുംബത്തിൽ ഞങ്ങൾ സ്തുതിച്ച് ഭാഷാവരത്തിൽ ശത്രുവിന്റെ തല തകരട്ടെ കുടുംബത്തിൽ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഓ അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കെട്ടുകളിൽ കിടക്കുന്നവർ മോചനം പ്രാപിക്കട്ടെ. ബന്ധനത്തിലിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഓ തകർന്ന മനസ്സിനെ ദൈവം പുതുക്കി പണിയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ,
ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ, കേട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പുതിയ തീരുമാനം എടുക്കുക. ആ തീരുമാനത്തോടെ വേണം നീ നിന്റെ കർത്താവിനെ ആരാധിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ ചങ്ങല പൊട്ടുമെന്ന് നമുക്കറിയാം. കെട്ടുകളും ബന്ധനങ്ങളും അഴിയും നമുക്കറിയാം. ഒരു പുതിയ മനുഷ്യനായി നിരൂപാന്തരപ്പെടും നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് രാത്രി നീ ഹൃദയം തുറന്ന് നിന്റെ കർത്താവിനെ, സൃഷ്ടാവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് ഒരത്ഭുതം നിന്റെ കുടുംബത്തിൽ ചെയ്യും. ഒരടയാളം നിന്റെ ശരീരത്തിൽ ദൈവം ചെയ്യും. പിശാച് നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരുപാട് കെട്ടുകളിൽ നിന്ന് നിന്റെ ദൈവം ഇന്ന് ഈ ആരാധന മണിക്കൂറിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നിന്നെ നയിക്കും. അത് വിശ്വസിക്കുക. തുടർന്ന് നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ച് പാടുമ്പോൾ ഒരത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പാടണം. ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പാടണം. പ്രിയപ്പെട്ടവരെ, അത്ഭുതം അപ്പം കർത്താവ് ചെയ്യും. കരങ്ങൾ ഉയർത്തി ഒന്നോടെ സ്തുതിക്കുകയാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഒരു 10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ വിളിക്കട്ടെ, യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ച് സ്തുതിക്കുന്നു, പാടുന്നു. സ്വർഗവാസികളുടെ കൂട്ടായ്മയിൽ, മാലാഖമാരുടെ കൂട്ടായ്മയിൽ അനവരതം ദൈവത്തെ പാടി പുകഴ്ത്തുന്ന സ്വർഗ വൃന്ദങ്ങളോട് ചേർന്ന് ആരാധിച്ചു പാടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ അടിച്ച്, കൈകളടിച്ച് നന്നായിട്ട് കൈയടിച്ചോ. കർത്താവായി ഭരണം ചെയ്തിടുവാൻ പാടാം. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ചേർന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ, ഓ ഈശോയെ, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. പാടിക്കേ. യേശുവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. യേശുവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. നന്നായിട്ട് കൈയടിച്ച് കാലുകൾ ഇടത്തോട്ടും വലത്തോട്ടും മാറ്റി മാറ്റി ചവിട്ടി വലിയ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുക. നടുവിൻ്റെ വേദനകൾ സൗഖ്യം പ്രാപിക്കട്ടെ, കൈകാൽ വേദനകൾ സൗഖ്യം പ്രാപിക്കട്ടെ, ശരീരത്തിലെ പീഡകൾ വിട്ടുമാറട്ടെ, ആത്മാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, മനസ്സിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, വ്യക്തികൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കരങ്ങളടിച്ച് ആരാധിച്ച് പാടുന്നു. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, കൈയടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച് ഇനി ഞാനല്ല എന്നിൽ നീ. കൈകൾ ഉയർത്തി. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. പാടിക്ക്. യേശുവേ വന്നു വാഴണമേ, കുടുംബത്തിൽ, ജീവിതത്തിൽ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. കരങ്ങൾ താഴ്ത്തി വീണ്ടും 2 വശത്തേക്ക് നന്നായിട്ട് കരങ്ങൾ അടിച്ച് ഇടതോട്ടും വലതോട്ടും അനങ്ങി നല്ല സ്വാതന്ത്ര്യത്തോടെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, നിഷ്കളങ്ക മനസാക്ഷിയോടെ, സന്തോഷത്തോടെ ആരാധിച്ചു പാടുന്നു. നന്നായിട്ട് കൈയടിച്ച് ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നി
നിരാശ നീങ്ങട്ടെ. ഈശോയേ കൈകൾ ഉയർത്തി യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ല. രാജാവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ല. ചേർന്ന് പാടിക്കേ ഉച്ചത്തിൽ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ല. രാജാവേ രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ ആവർത്തിച്ച് കരങ്ങൾ താഴ്ത്തിയടിച്ച് രാജാവേ വന്നു വാഴണമേ. ഈശോയേ ഈശോയേ ഓരോ കുടുംബങ്ങളും നിന്റേതായി മാറട്ടെ. അവിടെ രാജാവായി വാഴുക. കരങ്ങൾ താഴ്ത്തിയടിച്ച് കണ്ണുകൾ അടച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പാടുക. രാജാവേ ഈശോയേ യേശുവേ രണ്ട് കരങ്ങളും ഉയർത്തി ശക്തിയോടെ വിളിക്കട്ടെ. യേശുവേ ഹല 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 യേശുവേ 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 എല്ലാവരും വിളിക്കുക. അതരം തുറക്കുക. രാജാവായി വരട്ടെ. ഓ നീ വിളിച്ചാൽ വരും, നീ വിളിച്ചാൽ വരും. ഓ നീ പറഞ്ഞാൽ അവൻ വരും. യേശുവേ 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 അതരം തുറന്ന് വിളിച്ച് രോഗത്തിലേക്ക്, പാപത്തിലേക്ക്, തകർച്ചയിലേക്ക്, കടബാധ്യതയിലേക്ക്, കഷ്ടതയിലേക്ക്, കുടുംബ കലഹങ്ങളിലേക്ക്, വാശി വൈരാഗ്യങ്ങളിലേക്ക്, വിദ്വേഷത്തിലേക്ക്, വെറുപ്പിലേക്ക് ഓ യേശുവിനെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി ചങ്കുപറ്റി വിളിക്കുന്നു. യേശുവേ 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 ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര യേശുവേ ഓ വന്ന് വാഴുക. ഞങ്ങളിൽ വന്ന് വസിക്കുക. ഞങ്ങളെ സ്വന്തമാക്കുക. ഞങ്ങളെ ഏറ്റെടുക്കുക. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് പരമേൽപ്പിക്കുകയാണ്. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ക്ലേശകരമായ സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ മനസ്സുകൊണ്ട് ഒരുപാട് തകർന്ന ഒരവസ്ഥയിലായിരിക്കാം. ഒരുപാട് രോഗത്തിലേക്ക് നമ്മുടെ ജീവിതം പോയിട്ടുണ്ടാകാം. ഏതെങ്കിലും വിധത്തിൽ കടബാധ്യതകളോ ജോലി നഷ്ടമോ സാമ്പത്തിക തകർച്ചകളോ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇവിടെ പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മൾ വിശ്വാസം ഉപേക്ഷിച്ച്, പ്രാർത്ഥന ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് മടങ്ങിപ്പോവരുത്. നമ്മൾ കാത്തു നിൽക്കണം, കാത്തിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൊടിയ ദുരിതത്തിൽ ഞാൻ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സംരക്ഷിച്ചു. കൊടിയ ദുരിതത്തിൽ ഞാൻ അകപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സംരക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ക്ലേശകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുമ്പോൾ അവിടുന്ന് നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുകയല്ല. നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും അനുവദിക്കുന്നവൻ തന്നെ അതിൽ നിന്ന് കരകയറാൻ തൻ്റെ ആത്മാവിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന ഒരു സംഗതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാം. പ്രാർത്ഥന വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂദാശകൾ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തകർച്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മടങ്ങി വരേണ്ട ഒരു കാലഘട്ടമാണിത്. പ്രാർത്ഥനയിലേക്ക്, ദൈവവചന വായനയിലേക്ക്, കൂദാശ ജീവിതത്തിലേക്ക്, ആത്മീയ ജീവിതത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരാൻ ഈ കാലഘട്ടം ദൈവം നമ്മളെ വിളിക്കുകയാണ് പ്രത്യേകമായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ തടസ്സങ്ങളെ കർത്താവ് നീക്കി തരുന്നത്. ഒരുപക്ഷെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ തകർച്ചയുടെ നാളുകളിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാകാം: എന്തിനാണ് ഇനി പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഇനി വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്? എന്തിനാണ് ഇനി ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ ഇടപെടുന്നത് എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ടാകാം, പറഞ്ഞു പോയിട്ടുണ്ടാകാം. ഒരു കാര്യം ഓർക്കുക: ദൈവിക കാര്യങ്ങൾ ഒന്നും നഷ്ടമല്ല. ഒരു പ്രാർത്ഥനകളും കാലഹരണപ്പെട്ടു പോവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ലോകമോ അതിൻ്റെ മോഹങ്ങളോ ഇതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി
നീ ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് വീണ്ടും ഉണരണം, എനിക്ക് വീണ്ടും പ്രാർത്ഥിക്കണം. പൂർവാധികം ശക്തിയോടെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരണം കർത്താവേ, ചിറകടിച്ചുയരണം. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ ശക്തി എനിക്ക് വീണ്ടെടുക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ അനുഭവം എനിക്ക് വീണ്ടെടുക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവസ്നേഹം എനിക്ക് വീണ്ടെടുക്കണം. കർത്താവേ, അതിനൊരു അഭിഷേകം ഇന്ന് രാത്രി എനിക്ക് തരണം. ഓരോരുത്തരും പ്രാർത്ഥിച്ച് സഹോദരങ്ങളെ, ആ ദാവീദിനെ പോലെ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ വീണ്ടും അഭിഷേകം ചെയ്യണമേ, വീണ്ടും എന്നെ ശക്തിപ്പെടുത്തണമേ. ഓ കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞാൻ തകർന്നു പോകേണ്ടവരല്ല, ഞാൻ തകർന്നു പോകേണ്ടവളല്ല, പിന്നോട്ട് പോകേണ്ടതല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച്, കർത്താവിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി കൊണ്ടുപോകേണ്ടതാണ്. സാത്താൻ നമ്മളെ ഈ ലോകത്തിൽ കുടുക്കി പിന്നോട്ട് വലിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിവേശിപ്പിച്ച ദൈവാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ തടസ്സങ്ങളെ നീക്കി മുന്നേറും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറും. ആ ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഓ, രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്, രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. ഒരു പക്ഷാഭിഷേകം കുറഞ്ഞു പോയപ്പോൾ, പ്രാർത്ഥന കുറഞ്ഞു പോയപ്പോൾ നിനക്ക് തോന്നിക്കാണും ഇതോടെ ജീവിതം തീർന്നു. അല്ല, അതോടെ ജീവിതം തീരുകയല്ല, മറിച്ച് ഇതൊരു വലിയ തുടക്കത്തിൻ്റെ മുന്നോടിയാണ്. ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒരു വലിയ തുടക്കത്തിൻ്റെ മുന്നോടിയാണ്. നിന്റെ മേൽ ചൊരിയാനിരിക്കുന്ന അഭിഷേകം അത്ര വലുതാണ്. നിന്റെ മേൽ ദൈവം അയക്കാനിരിക്കുന്ന അഭിഷേകം അത്ര വലുതാണ്. ഈ തടസ്സങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത്, അതിനെ ഓവർകം ചെയ്ത് നിന്റെ ആത്മീയത ഇതാ മുന്നോട്ട് തന്നെ പോകും. വിശ്വസിക്കുക. ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തും, ലോകശക്തികളെ കീഴ്പ്പെടുത്തും. ഞാൻ പ്രാർത്ഥനാ വീരനായി മാറും, ഞാൻ ആത്മീയ മനുഷ്യനായി മാറും. എൻ്റെ കരങ്ങൾ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. എൻ്റെ കുടുംബം ഒരു പ്രാർത്ഥന കുടുംബമായി മാറും. ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കുന്ന ഒരു കുടുംബമായി മാറും എന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുക സഹോദരങ്ങളെ, വിശ്വസിക്കുക. എല്ലാം തീർന്നു എന്ന് ചിന്തിക്കരുത്. കരങ്ങളെ നന്നായിട്ട് ഉയർത്തി, നെഗറ്റീവ് പറയാതെ, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാതെ, വഴിമുട്ടിയെന്ന് ചിന്തിക്കാതെ, എല്ലാ വഴികളും തുറക്കാൻ കഴിയുന്നവനായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് വിളിച്ച യേശുവിനെ, അവിടുന്നാണ് രക്ഷിക്കുന്നവൻ, അവിടുന്നാണ് മോചനം നൽകുന്നവൻ, അവിടുന്നാണ് അഭയം നൽകുന്നവൻ, അവിടുന്നാണ് പ്രത്യാശ, അവിടുന്ന് മാത്രമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നവൻ. തളർന്ന നിന്റെ പ്രാർത്ഥനയെ ബലപ്പെടുത്തുന്ന ആത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം അയക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിക്കട്ടെ യേശുവേ. ഹൃദയം തുറന്ന് വിളിക്കുക, ഹൃദയം തുറന്ന് വിളിക്കുക. എല്ലാവരും, കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ വിളിക്കുക. യേശുവേ, 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 യേശുവേ. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് വിളിക്കുക, ഒരു പുത്തൻ ചൈതന്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരവിച്ചു പോയതൊക്കെ ശക്തി പ്രാപിക്കുന്ന സമയം. യേശു ആരാധന, ആരാധന, ആരാധന. ഒരു പുത്തൻ അഭിഷേകം പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. ഒരു പുത്തൻ ചൈതന്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവിൽ നവമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടി കൊതിക്കുക. ഈശോ പഠിപ്പിച്ചു, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നീട് ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. സമരക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവർക്ക് പിന്നീട് ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. അവരിൽ നിന്ന് ജീവന്റെ ജലം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി അത് രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധനയുടെ സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് ഒരുപാടുണ്ട്, സമ്പത്തും ആരോഗ്യം കഴിവൊക്കെ ഉണ്ട്, എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പാകത്തിന് എന്നെ ബലപ്പെടുത്തുന്ന ആത്മാവിൻ്റെ അഗ്നി എന്നിൽ കെട്ടുപോയി. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്നിൽ കെട്ട് അത് ചാരം മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് പ്രതിസന്ധികളെ കാൽ തട്ടി ഞാൻ വീണു പോവുകയാണ്. ആ കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദൈവമേ, ഈ രാത്രി എന്നിൽ നിർജീവമായതിനെ ഉണർത്തണമേ. എന്നെ ദാഹം ശമിപ്പിക്കുന്ന ആത്മാവിനെ എന്നിലേക്ക് ഒഴുക്കണമേ. എന്നെ ദാഹം ശമിപ്പിക്കുന്ന ദൈവാത്മാവിനെ, ദൈവ ചൈതന്യത്തെ, ആ ജലാശയത്തെ എന്നിലേക്ക് തുറന്നു വിടണമേ.
എന്നിലേക്ക് തുറന്നു വിടണമേ. പ്രാർത്ഥിച്ച സഹോദരങ്ങളെ, പണത്തോളം നിന്റെ ആർത്തി മാറും, ജഡത്തോളം നിന്റെ ആർത്തി മാറും, പ്രാർത്ഥിക്കാനുള്ള നിന്റെ മടി മാറും, കുടുംബ പ്രാർത്ഥനയുള്ള നിന്റെ അലസത മാറും. ആത്മാവിന്റെ ജലം നിന്നെ കഴുകുമ്പോൾ നീ വെണ്മയുള്ളവനായി, വെണ്മയുള്ളവളായി മാറും. അത് അഭിഷേകമായി നിന്നിൽ നിലനിൽക്കും, അത് അനുഗ്രഹമായി നിനക്ക് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ആത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുന്ന് അഭിഷേകത്തിന്റെ ഗാനം ആലപിച്ച് പാട്ടുപാടുമ്പോൾ വലിയൊരു നദി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവം തുറക്കുകയാണ്, ജീവിതത്തിലേക്ക് തുറക്കുകയാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ജീവിതത്തെ സമർപ്പിച്ച് ചോദിക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കുമ്പോൾ ഗാനം ആലപിച്ച് പാടി പ്രാർത്ഥിച്ച് അഭിഷേകത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിച്ച് സ്തുതിച്ച് ആരാധിച്ച് ആരാധിച്ച് പാടി പാടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വരിക, വരിക. ഒന്ന് ചേർന്ന് പാടാം. ആത്മാവേ, റുഹായേ, ഗ്ലോറി, റുഹായേ, ഗ്ലോറി. പറന്നിറങ്ങണമേ. കരങ്ങൾ യാതൊരാരും തുറന്നു പിടിച്ച് ചേർന്ന് അഭിഷേകം പകരാനായി പരിശുദ്ധാത്മാവേ തീ കാറ്റായി വീശണമേ. ചേർന്ന് ഉച്ചത്തിൽ എല്ലാവരും ചേർന്ന് അഭിഷേകം പകരാനായി പരിശുദ്ധാത്മാവേ തീ കാറ്റായി വീശണമേ. എല്ലാവരും ചേർന്ന് പാടി. ആത്മാവേ, കരങ്ങൾ അടിച്ച് കൈകൾ കൊട്ടി വലിയ ആനന്ദത്തോടെ സാധിക്കുന്നവർ നൃത്തം ചെയ്ത് തുള്ളിച്ചാടി സ്വയം മറന്ന് ആരാധിക്കുക. അഗ്നി ഇറങ്ങട്ടെ, അഭിഷേക കാറ്റ് വീശട്ടെ. മോശയുടെ മേൽ നിറഞ്ഞ ആത്മാവ്, ഏലിയായുടെ മേൽ നിറഞ്ഞ ആത്മാവ്, പത്രോസിന്റെ മേൽ നിറഞ്ഞ ആത്മാവ്, യേശുവിന്റെ മേൽ നിറഞ്ഞ ആത്മാവ്, കന്യാമറിയത്തിന് മേൽ നിറഞ്ഞ ആത്മാവ് ഇതാ നിന്റെ മേൽ ഈ രാത്രി ആവസിക്കുന്നു. കരങ്ങൾ അടിച്ച് പ്രവാചകന്മാരെ നയിച്ച ആത്മാവ്, വിശുദ്ധരെ നയിച്ച ആത്മാവ്, രക്തസാക്ഷികളെ നയിച്ച ആത്മാവ്, സഭയിൽ നിന്ന് നയിക്കുന്ന പരിശുദ്ധാത്മാവ്, പ്രതിസന്ധികളിൽ ജീവിതത്തിൽ വിജയം നൽകുന്ന ആത്മാവ് നിന്റെ മേൽ ഇതാ എഴുന്നള്ളുന്നു. കരങ്ങളടിച്ച് ചേർന്ന് പാടി. ദുഃഖം മാറട്ടെ, രോഗം മാറട്ടെ, വേദന മാറട്ടെ, തകർച്ച മാറട്ടെ. ആത്മാവിന്റെ അഗ്നിയാൽ മുള്ളും മുൾച്ചെടിയും ദഹിക്കട്ടെ. ആത്മാവേ, റുഹായേ, പറന്നിറങ്ങണമേ. ചേർന്ന് പാടി. അഭിഷേകം പകരാനായി തീ കാറ്റായി വീശണമേ. പാടിക്കേ. ഒരു കൊടുങ്കാറ്റ് വീശട്ടെ. കൃപമഴയായി പെയ്യണമേ. തിരുവചനത്തിൻ സാക്ഷികളാകാം അഗ്നിമഴയായി പെയ്യണമേ. കൈകൾ ഉയർത്തി കൃപമഴയായി പെയ്യണമേ. തിരുവചനത്തിൻ സാക്ഷികളാകാം അഗ്നിനാവായി പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ കത്തിപ്പടരണമേ, അഭിഷേകമായി നിറയണമേ. മോശ കണ്ടപ്പോൾ എന്റെ മുൾവഴിയിൽ നീ വരണമേ. വരണമേ പരിശുദ്ധ. മരുഭൂവിൽ കണ്ട അഗ്നിത്തൂണു പോൽ എന്നിരുളിൻ വഴിയിൽ നീ വരണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നും കൂടെയുള്ളവനാം പാവനാത്മനേ, എന്റെ കൂടെ എന്നുമുള്ള സഹായം. ഒരു പുത്തൻ ഉണർവ്, നവമായ അഭിഷേകം ഓരോരുത്തരുടെ മേൽ ചൊരിയുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവേ, ഈശോ ആരാധന, 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 ആരാധന.
പരിശുദ്ധാത്മാവേ, 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 സ്തുതിക്കുക, ചേർന്ന് സ്തുതിക്കുക. അഭിഷേകം പകരട്ടെ, കൃപ പകരട്ടെ. സ്തുതിച്ച് എല്ലാവരും അഭിഷേകത്തിന് വേണ്ടി സ്തുതിച്ച് കൃപമഴയായി പെയ്യണമേ. തിരുവചനത്തിൻ സാക്ഷികളാകാം, അഗ്നിനാവായി പെയ്യണമേ. കരങ്ങൾ കൂപ്പി, കരങ്ങൾ കൂപ്പി, കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. പെന്തക്കോസ്ത നാളിൽ നിറഞ്ഞതുപോൽ അഗ്നിനാളമായി എന്നിൽ നീ വരണമേ. അപ്പോസ്തലന്മാരെ ജ്വലിപ്പിച്ച പോൽ എന്നിൽ സ്നേഹമഴയായി നീ വരണമേ. എന്നും കൂടെയുള്ളവനം പാവനാത്മനേ, എന്റെ കൂടെ എന്നുമുള്ള സഹായക. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. അഭിഷേകം പകരണമേ. തീ കാറ്റായി വീശണമേ. വരദാനങ്ങളെ കിടുവാനാ കൃപമഴയായി പെയ്യണമേ. തിരുവചനത്തിൻ സാക്ഷികളാകാം, അഗ്നിനാവായി പെയ്യണമേ. വരദാനങ്ങളെ കിടുവാനാ കൃപമഴയായി പെയ്യണമേ. തിരുവചനത്തിൻ സാക്ഷികളാകാം, അഗ്നിനാവായി പെയ്യണമേ. സ്തുതിച്ച് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്തൻ അഭിഷേകം വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് അഭിഷേകം ചെയ്യട്ടെ. രോഗികളെ സുഖപ്പെടുത്തണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ. എന്തുതർക്ക് മോചനം നൽകണമേ. മരവിച്ച മനസ്സുകളെ പുതുജീവൻ കൊണ്ട് നിറയ്ക്കണമേ. നീരൊഴുക്ക് കുടുംബങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ അഗ്നി ഒഴുകട്ടെ, ആത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. നീർച്ചാൽ പോലെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. പുത്തൻ അഭിഷേകം, പുത്തൻ ചൈതന്യം, പുത്തൻ കൃപ ഓരോരുത്തർക്ക് ലഭിക്കട്ടെ. യേശു ആരാധന, 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 യേശു ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവം ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറഞ്ഞ് ദിവികാരുണ്യ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഗ്രഹിച്ചു. എല്ലാത്തിനും നന്ദി പറയാം. അവിടുത്തെ കാരുണ്യത്തെയും സ്നേഹത്തെയും നമുക്ക് ചൊരിഞ്ഞു തന്ന അഭിഷേകത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് മുട്ടുകുത്തി ആശീർവാദത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊര പന്നി, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ചേർന്നു വണങ്ങിടുവിൻ.
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. യേശു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.